ബി.ജെ.പിയിൽ നിന്നുള്ള 36 പേർക്കൊപ്പം ഈ സഖ്യകക്ഷികളിൽ സുരേഷ് ഗോപി വെളുത്ത ഷർട്ട് അല്ലേ, അതുപോലെ അദ്ദേഹത്തിന്റെ സ്ഥിരം ട്രേഡ് മാർക്ക് വെളുത്ത ഷർട്ട്, വെളുത്ത താടി. ഒപ്പം തന്നെ സുരേഷ് ഗോപി വളരെ കോൺഫിഡന്റ് ആയി സുരേഷ് ഗോപി എത്തുന്നു. സുരേഷ് ഗോപി അങ്ങനെ കേരളം കാത്തിരുന്ന കാഴ്ചയിലേക്ക് സുരേഷ് ഗോപി എത്തുന്നു. സുരേഷ് ഗോപിയുടെ വരവ് കണ്ടാൽ ഒരു സിനിമയുടെ സൂപ്പർ ഹിറ്റ് ശേഷമുള്ള ഗ്രാൻഡ് എൻട്രിയാണ്. നോക്കൂ, സുരേഷ് ഗോപി ജനാധിപത്യം എന്നൊരു സിനിമയിൽ മന്ത്രിയായിട്ട് വേഷമിട്ടിട്ടുണ്ട്, മുഖ്യമന്ത്രിയായി വേഷമിട്ടിട്ടുണ്ട്. ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ നല്ല ഡയലോഗുകളൊക്കെ ഉണ്ട്, നല്ല പഞ്ച് ഡയലോഗുകളൊക്കെ ഉണ്ട് ജനാധിപത്യം എന്ന സിനിമയിൽ. ഇപ്പോൾ ജീവിതത്തിൽ, യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന കാഴ്ചയാണ്. സാധാരണ സിനിമകളിൽ മന്ത്രിമാർക്കെതിരെ ആക്ഷൻ ഹീറോ ആയി ഒരു റിബലിയസ് പോലീസ് കോപ്പായി നിൽക്കുന്ന ആളാണ് സുരേഷ് ഗോപി. റിബലിയസ് ആയ ഒരു പോലീസ് ഓഫീഷ്യലായി വേഷമിടുന്ന സുരേഷ് ഗോപി ഇന്ന് യഥാർത്ഥ മന്ത്രിപദത്തിലേക്ക് എത്തുമ്പോൾ എന്ത് കാഴ്ചയാണ്, മനോഹരമായ കാഴ്ചയിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്ന മലയാളികളുണ്ട്. തൃശ്ശൂരിലും പാലക്കാടും തിരുവനന്തപുരത്തും കൊല്ലത്തുമടക്കം ബി.ജെ.പി പ്രവർത്തകരിലും സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്ന സുരേഷ് ഗോപി ആരാധകർക്കും ഇത് വളരെ അസുലഭമായ ആഹ്ലാദകരമായ നിമിഷമാണ് എന്ന് പറയാതെ വയ്യ. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ശിവരാജ് സിംഗ് ചൗഹാൻ തുടങ്ങി എല്ലാവരെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 7:15 സത്യപ്രതിജ്ഞ തുടങ്ങുന്നത്. വിവിധ മഠാധിപതിമാരും ചടങ്ങിനായി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങ് തുടങ്ങുന്ന ആ മുഹൂർത്തത്തിനായാണ്. നിർമ്മല സീതാരാമനും നിതിൻ ഗഡ്കരിയും, അമിത്ഷായ്ക്കൊപ്പം തന്നെ ഇരിക്കുന്നു നിതിൻ ഗഡ്കരി. രണ്ടുപേരെയും ഒരുമിച്ച് നമുക്ക് കാണാം. അമിത്ഷായുടെ മുഖത്ത് എന്താണ് ഇത്ര ഗൗരവം എന്നൊരു ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ട്. ഇത്തവണ നേരത്തെ കൈകാര്യം ചെയ്ത മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒരു മാറ്റമുണ്ടാകുമോ, അമിത്ഷായുടെ പോർട്ട്ഫോളിയോ മാറുമോ എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയുണ്ടാക്കുന്ന കാര്യം. ഇത്തവണത്തെ മന്ത്രിസഭയിൽ ഏത് പോർട്ട്ഫോളിയോ ആയിരിക്കും നരേന്ദ്രമോദി കഴിഞ്ഞാൽ അടുത്ത തീരുമാനമെടുക്കുന്ന വ്യക്തി എന്ന നിലയിൽ അമിത്ഷായ്ക്കായി നീക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അമിത്ഷായെ നമുക്ക് കാണാം, നിതിൻ ഗഡ്കരി, ഒപ്പം ശിവരാജ് സിംഗ് ചൗഹാൻ, നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കറിന്റെ പോർട്ട്ഫോളിയോ മാറാനുള്ള സാധ്യതയില്ല. പക്ഷേ ശിവരാജ് സിംഗ് ക്ലിയർ ഇൻഡിക്കേഷൻ ആണ് ശിവരാജ് സിംഗ് ചൗഹാൻ കീ പോർട്ട്ഫോളിയോയിലേക്ക് വരാൻ പോകുകയാണ്. തീർച്ചയായും ഫസ്റ്റ് ഫൈവിലുണ്ട്. ബിഗ് ഫൈവിൽ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിഗ് 4 ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ബിഗ് 4ൽ ആഭ്യന്തരമുണ്ട്, പ്രതിരോധമുണ്ട്, വിദേശകാര്യമുണ്ട്, ഒപ്പം തന്നെ ധനകാര്യം. ഇതിൽ ഏത് വകുപ്പാണ് ശിവരാജ് സിംഗ് ചൗഹാന് കിട്ടുന്നത് അറിയാനുള്ള കൗതുകമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഇന്ന് സ്പീക്കറാണെങ്കിൽ സത്യപതി ഞാൻ ഇന്ന് ക്ഷണിക്കേണ്ടതില്ല. അപ്പോൾ ഇന്നിപ്പോൾ നടക്കുന്നത് രാഷ്ട്രപതി ഭവനിലെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയാണ്. ശിവരാജ് സിംഗ് ചൗഹാൻ ഏത് പോർട്ട്ഫോളിയോ എന്നും നമ്മൾ ഉറ്റുനോക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു സായാഹ്നമാണ് റെയ്സിന ഹിൽസിൽ. പതിവ് പോലെ അധികാരത്തിൻ്റെ വരവ് പോക്കുകൾ എത്രയോ പുതിയ വരവുകളും എത്രയോ പുതിയ കുഴിയലുകളും കണ്ടതാണ് ഈ റെയ്സിന ഹിൽസിലെ രാഷ്ട്രപതി ഭവൻ. മറ്റൊരിക്കൽ കൂടി ഒരു സക്രിയമായ സായാഹ്നം, ആഹ്ലാദകരമായ സായാഹ്നം. അധികാരത്തിൻ്റെ ഇടനാഴിയിലേക്ക് ഒരു പുതിയ ടീം നരേന്ദ്രമോദിയുടെ 3ാം ഊഴം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു.